Hi, welcome to Renisha CSZO World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് IP സെക്യൂരിറ്റി എന്താണ്, അതിൻ്റെ ആർക്കിടെക്ചറും ഒത്തൻറ്റിക്കേഷൻ ഹെഡറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, IP സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോട്ടോകോൾ അല്ല. ഓക്കെ, IP സെക്യൂരിറ്റി ഈസ് നോട്ട് എ സിംഗിൾ പ്രോട്ടോകോൾ. അപ്പം ഈ IP സെക്യൂരിറ്റിക്കകത്ത് സെറ്റ് ഓഫ് സെക്യൂരിറ്റി അൽഗോരിതംസ്, പിന്നെ കുറച്ച് ഫ്രെയിം വർക്കുകൾ, അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്തൊക്കെയാണ്, സെക്യൂരിറ്റി എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേഷനകത്ത്, ഇതൊക്കെയാണ് IP സെക്യൂരിറ്റിക്കകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പം IP സെക്യൂരിറ്റി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അപ്പം ഒരു ഫ്രെയിം വർക്കിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അവിടെ സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ അൽഗോരിതം വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേണം. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഒരു IP സെക്യൂരിറ്റിയുടെ ആപ്ലിക്കേഷൻസ്? ഇപ്പം ബ്രാഞ്ച് ഓഫീസ്, സെക്യൂർ ബ്രാഞ്ച് ഓഫീസ് കണക്ടിവിറ്റി ഓവർ ദി ഇൻ്റർനെറ്റ്. ഓക്കെ, പല ബ്രാഞ്ചസ്, ഇപ്പം ബാങ്ക് തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ബാങ്ക് തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് പലയിടത്ത് ബ്രാഞ്ചസ് ഉണ്ടല്ലേ. അപ്പം ആ ബ്രാഞ്ചസ് തമ്മിൽ നമുക്ക് ഈ നെറ്റ് കൂടെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്യൂരിറ്റി വേണം, സെക്യൂറായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം അതൊരു IP സെക്കിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ സെക്യൂർ റിമോട്ട് അക്സസ് ഓവർ ദി ഇൻ്റർനെറ്റ്. സെക്യൂറായിട്ട് റിമോട്ടിൽ കിടക്കുന്ന റിമോട്ട് കിടക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമുക്ക് അക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റിൽ കൂടെ അക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ IP സെക്ക് ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ എക്സ്റ്റാബ്ലിഷ് എക്സ്ട്രാനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് കണക്ടിവിറ്റി വിത്ത് പാർട്ട്നേഴ്സ്. രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ എക്സ്ട്രാനെറ്റോ ഇൻട്രാനെറ്റോ കണക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് IP സെക്ക് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സെക്യൂറായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. പിന്നെ കോമേഴ്സ്, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് കോമേഴ്സ്. അതിനകത്ത് നമുക്ക് സെക്യൂരിറ്റി വേണം. ഇപ്പം എൻഹാൻസിങ് ഇലക്ട്രോണിക് കോമേഴ്സ് സെക്യൂരിറ്റി, ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് IP സെക്യൂരിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അവിടെ കണക്ട് ചെയ്യുക, നെറ്റിൽ കൂടെ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യുക, അതൊരു ആപ്ലിക്കേഷനാണ്. റിമോട്ടായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ നമുക്ക് അക്സസ് ചെയ്യണം നെറ്റിൽ കൂടെ എന്നുണ്ടെങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ. പിന്നെ എക്സ്ട്രാനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് കണക്ടിവിറ്റി, രണ്ട് പേര് തമ്മിൽ എക്സ്ട്രാനെറ്റ് അല്ലെങ്കിൽ ഇൻട്രാനെറ്റ് കണക്ടിവിറ്റി എക്സ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ IP സെക്യൂരിറ്റി ആവശ്യമുണ്ട്. പിന്നെ കോമേഴ്സിനകത്ത് ആവശ്യം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു PGP, PGP ഒക്കെ പഠിച്ചായിരുന്നു. PGP കെർബ്രോസ് നിങ്ങൾ പഠിച്ചല്ലോ, പക്ഷെ ഒതൻറ്റിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കെർബ്രോസ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. അപ്പം ആപ്ലിക്കേഷൻ ലെയറിൽ നമുക്ക് സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് PGPയും കെർബ്രോസും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ അകത്ത് നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റിയാണ് യൂസ് ചെയ്യുന്നത്, TLS. നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IP സെക്യൂരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. IP സെക്യൂരിറ്റി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ നെറ്റ്വർക്ക് ലെയറിലാണ് IP സെക്യൂരിറ്റി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ അകത്ത് നമ്മൾ സെക്യൂരിറ്റി കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടി ഹാർഡ്വെയറിനെ എൻക്രിപ്റ്റ് ചെയ്യണം. ഓക്കെ, ഹാർഡ്വെയർ എൻക്രിപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ലെയറിൽ IP സെക്യൂരിറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം IT സെക്യൂരിറ്റി കൊടുക്കുന്ന ഏത് ലെയറിലാണ്? നെറ്റ്വർക്ക് ലെയറിലാണ്. ആപ്ലിക്കേഷൻ ലെയർ കൊടുക്കുന്ന സെക്യൂരിറ്റി പെർട്ടിഗ്രിഡ്, പ്രൈവസി, SBARMIME, SSH, കെർബ്രോസ് ഒക്കെയാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി IP സെക്യൂരിറ്റിയുടെ സെനാരിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഇവിടെ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നെറ്റ്വർക്ക് ഡിവൈസ് വിത്ത് ഐ പി ഇവിടം വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡേറ്റ പാസ് ചെയ്യണം. ആ ഡേറ്റ ഇപ്പം ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങോട്ടാണ് പാസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പം എന്ത് ചെയ്യണം? അപ്പം പാസ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സും ഒക്കെ ഹെഡറിൻ്റെ അകത്ത് വേണം. ഈ പേലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അയക്കുന്ന ഡേറ്റയാണ്. അപ്പം ഡേറ്റയും കാണും, ഹെഡറും കാണും. ഹെഡർ എന്ന് പറഞ്ഞെങ്കിൽ ഹെഡറിൻ്റെ അകത്ത് കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. ഏതാണ് ഡെസ്റ്റിനേഷൻ, ഓക്കെ, എന്താണ് അതിൻ്റെ ഈ ഡേറ്റയുടെ ലെങ്ത്, എവിടെ നിന്നാണ് സെൻറ്ററിൻ്റെ അഡ്രസ്സ്, ഇതൊക്കെ കാണും ഹെഡറിൻ്റെ അകത്ത്. അപ്പോൾ ആ ഹെഡറും കാണും. പേലോഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡേറ്റയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യുമ്പം ഓക്കെ ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡിവൈസിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിവൈസിൽ നിന്ന് സെൻഡ് ചെയ്യുമ്പം ആദ്യം എന്തേ കാണത്തുള്ളൂ? ഹെഡറും പേലോഡും കാണത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. നെറ്റ്വർക്കിൽ കൂടി ഇൻ്റർനെറ്റ് വഴിയാണ് പാസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസ് വിത്ത് ഐ പി സെക്യൂരിറ്റി ഉള്ള ഒരു നെറ്റ്വർക്ക് ഡിവൈസിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുമ്പം ഓക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്യും എന്നറിയാമോ? ഈ ഐ പി ഹെഡറിൻ്റെ കൂടാതെ ഒരു ഐ പി സെക്യൂരിറ്റി ഹെഡറും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, പിന്നെ സെക്യൂർ ഐ പി പേലോഡ് കാണും. അതായത് സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെ ഒരു എൻക്രിപ്ഷനോ എന്തെങ്കിലും ഈ മെസ്സേജിനെ അങ്ങനെയല്ല അയക്കുന്നത്, എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. അപ്പം സെക്യൂർ ആക്കിയിട്ടാണ് ഇത് അയക്കുന്നത്. അപ്പം ഈ ഒരു ഡേറ്റയ്ക്ക് സെക്യൂരിറ്റി കൊടുത്തു, പിന്നെ ഐ പി സെക്യൂരിറ്റി ഹെഡർ കൊടുക്കും, ഐ പി ഹെഡറും കാണും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഡേറ്റ നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്യുന്നത്. പക്ഷേ സിസ്റ്റം കൊടുക്കുന്നത് എന്തേ ഉള്ളൂ? ഒരു ഹെഡറും ഒരു ഡേറ്റ പേലോഡുമേ കൊടുക്കത്തുള്ളൂ. പിന്നെ നമുക്ക് നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഒരു നെറ്റ്വർക്ക് ഡിവൈസ് വിത്ത് ഐ പി സെക്യൂരിറ്റി ഉള്ള ഒരു ഡിവൈസിൽ കൂടെ പാസ് ചെയ്യുമ്പം എന്ത് ചെയ്യും? ഐ പി സെക്യൂരിറ്റി ഹെഡറും കൂടെ ആഡ് ചെയ്യും. കൂടാതെ പേലോഡ് എന്താക്കും? എൻക്രിപ്റ്റഡ് ഫോം സെക്യൂർ ആക്കിയിട്ടായിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. കേട്ടോ? അപ്പോൾ ഈ നെറ്റ്വർക്കിൽ കൂടെ പോകുമ്പോൾ എല്ലാം അങ്ങനെയാണ്. തിരിച്ച് നമ്മൾ ഡിവൈസിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് തിരിച്ച് സെക്യൂരിറ്റി കളഞ്ഞിട്ടാണ് നമുക്ക് ഈ ഡേറ്റ ഇത് എടുക്കുന്നത്. ഓക്കെ, ഐ പി സെക്യൂരിറ്റി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ പി സെക്യൂരിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കീ മാനേജ്മെൻറ്റ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഐ പി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒതൻറ്റിക്കേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, കീ മാനേജ്മെൻറ്റ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ അറിയാമല്ലോ, ഒതൻറ്റിക് ആണ്, ഇൻറ്റിഗ്രിറ്റി അവിടെ മസ്റ്റാണ്. കോൺഫിഡൻഷ്യലായിട്ട് അയക്കണമെങ്കിൽ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കണം. കീ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ സെൻഡറും റിസീവറും തമ്മിൽ എങ്ങനെയാണ് ആ കീ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഐ പി സെക്യൂരിറ്റിക്കകത്ത് നമ്മൾ പറയുന്നത്. പ്രൊവൈഡ് ചെയ്യുന്ന ഐ പി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്: ഒതൻറ്റിക്കേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, കീ മാനേജ്മെൻറ്റ്. ഇത് 3ഉം ലാൻഡാകത്തും വാൻഡാകത്തും, പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് വാൻസ്, ഓക്കെ. ഐ പി സെക്കിൻ്റെ എങ്ങനെയാണ് ആർക്കിടെക്ചർ? ഐ പി സെക്കിൻ്റെ അകത്ത് ഡോക്യുമെൻ്റ് ആർക്കിടെക്ചർ, ഫസ്റ്റ് ആർക്കിടെക്ചർ, അതിൻ്റെ അകത്ത് 2 തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഐ പി സെക്യൂരിറ്റിക്കകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ പി സെക്യൂരിറ്റിക്കകത്ത് 2 തരത്തിലുള്ള പ്രോട്ടോകോളുണ്ട്. ESP പ്രോട്ടോകോളും AH പ്രോട്ടോകോളും. ഓക്കെ, ഐ പി സെക്യൂരിറ്റിക്കകത്ത് 2 പ്രോട്ടോകോൾസ് ആണ്, ESP പ്രോട്ടോകോളും AH പ്രോട്ടോകോളും. ഓക്കെ, ഈ AH പ്രോട്ടോകോള് ഒതൻറ്റിക്കേഷനും കൂടാതെ ഇൻറ്റഗ്രിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AH പ്രോട്ടോകോള് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പോൾ അതിനു വേണ്ടി എന്താണ്? ഒതൻറ്റിക്കേഷൻ അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഷായ്, ഓക്കെ, ഷാ അൽഗോരിതം, HMAC, ഇങ്ങനെയുള്ള അൽഗോരിതംസ് യൂസ് ചെയ്യാം ഒതൻറ്റിക്കേഷന് വേണ്ടി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ESP പ്രോട്ടോകോള് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയാണ്. ആ കോൺഫിഡൻഷ്യൽ ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും എൻക്രിപ്ഷൻ അൽഗോരിതം ഇവിടെ യൂസ് ചെയ്യാം. കണ്ടോ? അപ്പം
AH പ്രോട്ടോകോൾ ആണ്. AH പ്രോട്ടോകോൾ ഇവിടെ കൊടുക്കുന്നു. ഇത് ഈ ESP പ്രോട്ടോകോൾ എന്താണ്, എൻക്രിപ്ഷൻ അൽഗോരിതത്തിന് വേണ്ടിയും കൊടുക്കുന്നുണ്ട്, കൂടാതെ എന്തിനാണ്, ഒതന്റിക്കേഷന് വേണ്ടിയും കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ എങ്ങോട്ട് കണക്റ്റഡ് ആണ്, DOI. DOI എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഓക്കെ, DOI എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ആണ്, ഡൊമൈൻ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ദാറ്റ് മീൻസ് which support both authentication and encryption algorithm. Okay, ഒരു ഐഡന്റിഫയർ ആണ്. ഓക്കെ, ഐഡന്റിഫയർ ദാറ്റ് സപ്പോർട്ട് which support both authentication and encryption algorithm. ഓക്കെ, അതാണ് DOI എന്ന് പറയുന്നത്. അപ്പം DOIക്കാണ് കൊടുക്കുന്നത്. DOIക്കകത്ത് എന്തുണ്ട്, കീ മാനേജ്മെന്റ്. കീ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഹൗ കീസ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. എങ്ങനെയാണ് കീ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് കീ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അതാണ് കീ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് IPsec ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പം എന്തൊക്കെയാണ്, ആർക്കിടെക്ചറിൻ്റെ അകത്ത് രണ്ട് പ്രോട്ടോകോൾസ് ഉണ്ട്. ESP പ്രോട്ടോകോൾ ഉണ്ട്, AH പ്രോട്ടോകോൾ ഉണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. AH പ്രോട്ടോകോളിൻ്റെ അകത്ത് നമ്മൾ ഒതന്റിക്കേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി ആണ് ഉള്ളത്. അതിനുവേണ്ടി ഒതന്റിക്കേഷന് വേണ്ടി നമ്മൾ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. വി ക്യാൻ യൂസ് SHA-1, HMAC, etc. algorithm for authentication. നെക്സ്റ്റ് ESP പ്രോട്ടോകോൾ. ESP പ്രോട്ടോകോളിന് വേണ്ടി നമ്മൾ ESP പ്രോട്ടോകോളിൻ്റെ അകത്ത് നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷൻ അൽഗോരിതമാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുണ്ട്, ഇവിടുന്ന് എല്ലാ ഇടത്തുനിന്നും ഇങ്ങോട്ട് DOIയിലേക്ക് കണക്ഷൻ ഉണ്ട്. ഡൊമൈൻ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇത് എന്താണ്, ഐഡന്റിഫയേഴ്സ് വിച്ച് സപ്പോർട്ട് ബോത്ത് ഒതന്റിക്കേഷൻ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഒതന്റിക്കേഷൻ നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്ക് ലെയറിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, IP സെക്യൂരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് IP സെക്യൂരിറ്റിയാണ് IPsec എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് തരത്തിലുള്ള പ്രോട്ടോകോൾസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് പ്രോട്ടോകോൾസ് നമ്മൾ ഓൾറെഡി മേളത്തെ ഫിഗറിൻ്റെ അകത്ത് പറഞ്ഞു, AH പ്രോട്ടോകോളും ESP പ്രോട്ടോകോളും. ഓക്കെ, AH പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒതന്റിക്കേഷൻ പ്രോട്ടോകോളാണ്. അതിൽ എന്തിനാണ്, ഈ AH എന്ന് പറയുന്നത് ഒതന്റിക്കേഷൻ ഹെഡർ ആണ്. ഓക്കെ, ഒതന്റിക്കേഷൻ പ്രോട്ടോകോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് ഒതന്റിക്കേഷൻ ഹെഡർ പ്രോട്ടോകോൾ. എൻക്രിപ്ഷൻ ഓർ ഒതന്റിക്കേഷൻ പ്രോട്ടോകോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് എൻക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ്. അതാണ് ESP മീൻസ് എൻക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണ്, എൻക്രിപ്ഷൻ ഓർ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് ESP, എൻക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ്. അപ്പം രണ്ട് തരത്തിലുള്ള പ്രോട്ടോകോൾ ആണുള്ളത്, ഒതന്റിക്കേഷൻ ഹെഡർ പ്രോട്ടോകോൾ ആൻഡ് എൻക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് പ്രോട്ടോകോൾ. അപ്പോൾ ഈ രണ്ട് പ്രോട്ടോകോൾസ് ആണ് ഇവിടെ ഉള്ളത്. ഈ രണ്ട് പ്രോട്ടോകോൾസും നമുക്ക് രണ്ട് രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് മോഡും ഉണ്ട്, ടണൽ മോഡും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ട്രാൻസ്പോർട്ട് മോഡിൻ്റെ അകത്ത് അത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ഫോർ അപ്പർ ലെയർ പ്രോട്ടോകോൾ. അപ്പർ ലെയർ പ്രോട്ടോകോളിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് മോഡ് യൂസ് ചെയ്യുന്നത്. ഇനി ടണൽ മോഡ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദി എൻറ്റയർ IP ഡേറ്റാഗ്രാം. ഒരു ഒരു എൻറ്റയർ ആയിട്ടുള്ള IP ഡേറ്റാഗ്രാമിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ടണൽ മോഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അതിൽ ഒന്ന് നമ്മൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ട്രാൻസ്പോർട്ട് മോഡും ഉണ്ട്. രണ്ട് തരത്തിലുള്ള മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഈ പ്രോട്ടോകോൾസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡും. ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പർ ലെയേഴ്സിലുള്ള പ്രോട്ടോകോൾസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ടണൽ മോഡ് എന്ന് പറഞ്ഞെങ്കിൽ
ഇതിൻ്റെ അകത്ത് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു, ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡും. ഓക്കെ, ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറയാൻ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മോഡ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഡേറ്റയും കാണും ഹെഡറും കാണും. നമ്മൾ ആദ്യത്തെ ഒരു ഫിഗറിനകത്ത് കണ്ടായിരുന്നു ഡേറ്റയും ഒരു ഹെഡറും ഉണ്ടെങ്കിൽ ആ പേലോഡ്, ഈ ഡേറ്റയാണ് പേലോഡ് എന്ന് പറയുന്നത്, ആ പേലോഡ് മാത്രം ഒരു IP പാക്കറ്റിനകത്തെ പേലോഡ് മാത്രം എന്ത് ചെയ്യുക, ഒതൻറ്റിക്കേറ്റ് ചെയ്യുക, അതായത് എൻക്രിപ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനെ മാത്രം എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ടിങ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതായത് എങ്ങോട്ടാണ് പോകുന്നത്, IP ഹെഡർ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്ത് ആർക്ക് വേണേലും കൊടുക്കാം. അപ്പം അതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ട് മോഡ് സാധാരണ യൂസ് ചെയ്യുന്നത് ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നത് ഒരു ഡേറ്റയും ഹെഡറുമായിട്ടായിരിക്കും കൊടുക്കുന്നത്. ആ ഹെഡർ ഡേറ്റ മാത്രം, അതായത് ആ പേലോഡ് മാത്രം എൻക്രിപ്റ്റ് ചെയ്യും. അപ്പം ഈ ഹെഡർ എൻക്രിപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് ആർക്ക് വേണേലും അതിനെ എന്ത് ചെയ്യാം, ആ പേലോഡിൻ്റെ അവിടുത്തെ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ട്രാൻസ്പോർട്ട് മോഡിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ട്രാൻസ്പോർട്ട് മോഡിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടണൽ മോഡാണ്. ടണൽ മോഡിൻ്റെ അകത്ത് നമുക്ക് IP പാക്കറ്റിനെ ഫുള്ളായിട്ട് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആ IPയുടെ ഹെഡറും കൂടാതെ ആ പേലോഡും എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഒരു ന്യൂ ഹെഡർ ആഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഓക്കെ, അതാ പറയുന്നത് എൻ്റയർ IP പാക്കറ്റ് ഇസ് എൻക്രിപ്റ്റഡ്, ഇറ്റ് ഈസ് ദെൻ എൻകാപ്സുലേറ്റഡ് ഇൻ എ ന്യൂ IP പാക്കറ്റ് വിത്ത് ന്യൂ IP ഹെഡർ. ഓക്കെ, ഒരു ന്യൂ IP ഹെഡർ വെച്ചിട്ട് നമ്മൾ അതിനെ അയക്കുകയാണ്. ഈ ടണൽ മോഡ് സാധാരണ ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, ഓക്കെ, വെർച്വലായിട്ട്, അതായത് ഇപ്പം നമുക്ക് പാസ് ചെയ്യണം, അതായത് ഇപ്പം രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പാത്ത് ഇല്ല എന്നുണ്ടെങ്കിലും വെർച്വലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനായിട്ടാണ് ടണൽ മോഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് സാധാരണ നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ, അതായത് ബിറ്റ്വീൻ റൂട്ടേഴ്സ് ടു ലിങ്ക് സൈറ്റ് അല്ലെങ്കിൽ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെയാണ് ടണൽ മോഡ് സാധാരണ. ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞെങ്കിൽ ഇതുണ്ട്, cryptographic endpoints. The transport method is used when cryptographic endpoints are also communication endpoints of secure IP packet. അതായത് ഇപ്പം എയും ബിയിൽ നിന്ന് ഡയറക്റ്റ്ലി ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇവിടെ വേറെ ഒരു ഇപ്പം നമുക്കൊരു ഗേറ്റ് വേയോ അങ്ങനൊന്നുമില്ല. അപ്പം അങ്ങനൊന്നുമില്ല, എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെയാണ് ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ കേസിലെന്ന് പറയുന്നത് പാക്കറ്റും കാണും ഹെഡറും കാണും, ഡേറ്റയും കാണും ഹെഡറും കാണും. ആ ഡേറ്റ മാത്രം എൻക്രിപ്റ്റ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പം ഈ ക്രിപ്റ്റോഗ്രഫിക് എൻഡ് പോയിന്റ്സിൻ്റെ അകത്ത് നമുക്ക് IP ഹെഡർ സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏത് വേണേലും പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാം. ഒന്നുകിൽ AES പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ESP പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യാം. ട്രാൻസ്പോർട്ട് മോഡിൻ്റെ അകത്ത് നമ്മൾ പേലോഡ് മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യത്തുള്ളൂ, ഡേറ്റ മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യത്തുള്ളൂ, നമ്മൾ ഹെഡർ എൻക്രിപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇതിൻ്റെ IP ഹെഡർ എന്ന് പറയുന്നത് ഒന്നുകിൽ AES പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ESP ആയിട്ട് ESP നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന IP ടണൽ മോഡിൻ്റെ അകത്തെന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമേലും എൻഡ് പോയിന്റ് ആയിരിക്കരുത്. ഓക്കെ, ഇപ്പം നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം, അത് എ വേണമെങ്കിൽ എൻഡ് പോയിന്റ് ഏതെങ്കിലും ഒരെണ്ണം എന്താവാം, എൻഡ് പോയിന്റ് ആവാം, അല്ലാതെ രണ്ടും കൂടെ എൻഡ് പോയിന്റ്സ് ആവാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്ന ഒരു ഗേറ്റ് വേയിൽ നിന്ന് ഗേറ്റ് വേ ടു ഗേറ്റ് വേ കമ്മ്യൂണിക്കേഷൻ ആണ് സാധാരണ ടണൽ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറഞ്ഞാൽ ഈ IP ഹെഡറും
പ്രൊട്ടക്ട് ഡേറ്റയും കൂടെ എന്ത് ചെയ്തിരിക്കുക, എൻക്രിപ്റ്റ് ചെയ്തിരിക്കുവാണ്. നേരത്തെ കേസിലെന്ന് പറഞ്ഞെങ്കിൽ ഹെഡർ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല, ഈ ഡേറ്റ മാത്രം എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടണൽ മോഡിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഹെഡറും ഡേറ്റയും എൻക്രിപ്റ്റഡ് ആണ്. എന്നിട്ട് നമ്മൾ ഒരു ന്യൂ IP ഹെഡർ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് അയക്കുന്നത്. IPsec ഹെഡർ ഉണ്ട്. IPsec ഹെഡർ എന്ന് പറയുന്നത് ഒന്നുകിൽ AH ആവാം അല്ലെ ESP ആവാം. മറ്റിടത്തും അങ്ങനെ തന്നെയാണ്. ട്രാൻസ്പോർട്ട് ലെയറിലും IPsec ഹെഡർ എന്ന് പറയുന്നത് ഒന്നുകിൽ AH ആവാം അല്ലെ ESP ആവാം. ഇവിടെ അത് തന്നെ ഏത് പ്രോട്ടോകോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ IP ഹെഡറും പ്രൊട്ടക്റ്റഡ് ഡേറ്റയും എന്താണ്, എൻക്രിപ്റ്റഡ് ആണ്. ഓക്കെ. എന്നിട്ട് നമ്മളൊരു പുതിയ ഒരു ഹെഡർ വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ. അപ്പം ഇതാ പറഞ്ഞ ഔട്ടർ IP ഹെഡർ. ഔട്ടർ IP ഹെഡർ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഫോർ റൂട്ടറിന്റെ ഡെസ്റ്റിനേഷനാണ് പറയുന്നത്. ഓക്കെ. ഇത് ന്യൂ എന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് ഈ ഒരു ഇതിലേക്കുള്ള ഹെഡർ ആയിരിക്കും കൊടുക്കുന്നത്. ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ഹെഡർ, ഈ ഹെഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡ് പോയിന്റ് ആണ്. അപ്പം ആർക്കും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നുള്ളത്. അപ്പം ഈ ഹെഡർ എന്ന് പറയുന്നത് ഈ ന്യൂ ഹെഡർ ആണ്. ഓക്കെ. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് അപ്പം IP സെക്യൂരിറ്റി സർവീസസ്, അസസ് കൺട്രോളർ, ഓക്കെ, കണക്ഷൻലെസ് ഇന്റഗ്രിറ്റി, ഡേറ്റ ഒറിജിൻ ഓതന്റിക്കേഷൻ, ഡേറ്റയുടെ ഒറിജിന് ഓതന്റിക്കേഷൻ ചെയ്യുക, റിജക്ഷൻ ഓഫ് റിപ്ലൈഡ് പാക്കറ്റ്സ്, അതായത് സെയിം പാക്കറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പാക്കറ്റിനെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്യുക. ലിമിറ്റഡ് ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി, ഓക്കെ, ഒരു ലിമിറ്റഡ് ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി. ഇത്രയുമാണ് IPsecന്റെ സർവീസസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ്, അസസ് കൺട്രോള്, കണക്ഷൻലെസ് ഇന്റഗ്രിറ്റി, ഡേറ്റ ഒറിജിൻ ഓതന്റിക്കേഷൻ, റിജക്ഷൻ ഓഫ് റീപ്ലേഡ് പാക്കറ്റ്സ്, കോൺഫിഡൻഷ്യാലിറ്റി, ലിമിറ്റഡ് ഓക്കെ. സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ക്ലയന്റ് ആൻഡ് സെർവർ. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു ക്ലയന്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടി ഇത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലയന്റിൽ നിന്ന് സെർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ. അപ്പം അതിനകത്തൊരു സെൻറ്ററും കാണും, ഒരു റിസീവറും കാണും. സെൻറ്റർ ഈസ് സി ക്ലയൻ്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. റിസീവർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സെർവർ. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്, ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം നമ്മൾ ഇവിടെ ഇപ്പം സി എന്ന് പറയുന്ന ക്ലയൻറ്റിൽ നിന്ന് S എന്ന് പറഞ്ഞിട്ടുള്ള സെർവറിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതാണ് SAC എന്ന് പറഞ്ഞിരിക്കുന്നത്, സെക്യൂരിറ്റി അസോസിയേഷൻ ഓഫ് സി. ഓക്കെ, ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തെയും ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ SAC ആണ്. സിയിൽ നിന്ന് എസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടുന്ന കണക്ഷൻ. ഇനി എസിൽ നിന്ന് സിയിലേക്കാണെങ്കിൽ അവിടെ ഒരു വേറൊരു സെക്യൂരിറ്റി അസോസിയേഷനാണ് SAS എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി അസോസിയേഷൻ. ഇറ്റ് ഇസ് എ വൺ വേ റിലേഷൻഷിപ്പാണ്, ഒരു റിലേഷൻഷിപ്പേ ഉള്ളൂ. ഈ സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ടെമ്പററി കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ്. ഒരു ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഒരു ടെമ്പററി കമ്മ്യൂണിക്കേഷൻ ലിങ്കിനെയാണ് സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ സെക്യൂറായിട്ട്, അപ്പം ഇപ്പോൾ ഒരു ക്ലയൻറ്റും സെർവറും തമ്മിൽ CUSും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടീസും എന്ത് ചെയ്യണം, ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാ പറയുന്നത് SAC എന്ന് പറയുന്നതും SAS ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം.
അപ്പോൾ സെക്യൂരിറ്റി അസോസിയേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, രണ്ട് പാർട്ടീസ് തമ്മിൽ നമുക്ക് സെക്യൂർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു വൺ വേ റിലേഷൻഷിപ്പാണ് ഒരു സെൻഡറും റിസീവറും തമ്മിൽ. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ഒരു ടെമ്പററി കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഈ സെക്യൂരിറ്റി അസോസിയേഷൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 3 പാരാമീറ്റേഴ്സാണ്. ഓക്കെ, 3 പാരാമീറ്റർ വെച്ചിട്ടാണ് ഈ സെക്യൂരിറ്റി അസോസിയേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം സെക്യൂരിറ്റി അസോസിയേഷൻ്റെ അകത്ത് നമ്മൾ 3 പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണേലും 2 പ്രോട്ടോക്കോൾസും ബോത്ത് ദ പ്രോട്ടോക്കോൾസ്, ഏതൊക്കെ പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത് AH ആൻഡ് ESP 2 പ്രോട്ടോക്കോൾസും വരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതെന്ന് പറയുന്നത് IP സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു യുണീക്ക് നമ്പറാണ്. ഓക്കെ, ഓരോ അസോസിയേഷനും കൊടുക്കുന്ന ഒരു യുണീക്ക് നമ്പറാണ് ഈ സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ്. ഇസ് എ യുണീക്ക് നമ്പർ ഗിവൺ ടു എ സെക്യൂരിറ്റി അസോസിയേഷൻ. സെക്യൂരിറ്റി അസോസിയേഷന് കൊടുക്കുന്ന ഒരു യുണീക്ക് നമ്പറാണ് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, IP ഡെസ്റ്റിനേഷൻ അഡ്രസ്. IP ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ അഡ്രസ് ആണ്. ഓക്കെ, അതായത് സെർവർ ആണെങ്കിൽ സെർവറിൻ്റെ അഡ്രസ് ആയിരിക്കും IP ഡെസ്റ്റിനേഷൻ അഡ്രസ് ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഐഡൻറ്റിഫയർ, അതായത് ഏത് പ്രോട്ടോകോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോട്ടോകോൾസ് 2 തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഉണ്ടെന്ന് പറഞ്ഞു, AH ഉണ്ട് ESP ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത് അതാണ് ഈ സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഐഡൻറ്റിഫയറിനകത്ത് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, പാരാമീറ്റർ കൂടാതെ ഹാസ് എ നമ്പർ ഓഫ് അതർ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതാണ് സീക്വൻസ് നമ്പർ, AH, EH ഇൻഫർമേഷൻ, ലൈഫ് ടൈം എക്സെട്ര. അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ഈ സെക്യൂരിറ്റി അസോസിയേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത് വെച്ചാലല്ലേ നമുക്ക് ഈ ഇൻഫർമേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡേറ്റാബേസിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ സെക്യൂരിറ്റി അസോസിയേഷൻ പാരാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആ സെക്യൂരിറ്റി അസോസിയേഷൻ പാരാമീറ്ററിനകത്ത് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് സീക്വൻസ് നമ്പർ കൗണ്ടറാണ്. ഇതിൻ്റെ അകത്ത് ഓരോ നെറ്റ്വർക്കിനും ഓരോ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ബാൻഡ് വിഡ്ത്ത് നോക്കി മെസ്സേജിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാക്കറ്റ് ആക്കും. ഓരോ പാക്കറ്റിനും ഒരു യുണീക്ക് നമ്പർ കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ നെറ്റ്വർക്കിൽ കൂടി ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റിസീവർ സൈഡിലേക്ക്. റിസീവർ സൈഡിൽ ഇതിനെ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്പർ അനുസരിച്ച്, അതായത് സീക്വൻസ് നമ്പർ അനുസരിച്ചാണ് നമ്മൾ റിസീവർ സൈഡിൽ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഡേറ്റ ആക്കി ഡേറ്റയെ അത് റിക്കവർ ചെയ്തെടുക്കും. എങ്ങനെയാണ്? സീക്വൻസ് നമ്പർ ഉപയോഗിച്ച്. അപ്പോൾ സീക്വൻസ് നമ്പർ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? മെസ്സേജിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും, പാക്കറ്റ് ആക്കി. എന്നിട്ട് ഓരോ പാക്കറ്റിനും ഓരോ നമ്പർ കൊടുക്കും. എന്നിട്ട് നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്യും. റിസീവർ സൈഡിലെത്തുമ്പം ഈ സീക്വൻസ് നമ്പർ അനുസരിച്ചാണ് പാക്കറ്റിനെ എടുത്തിട്ട് നമ്മൾ ഡേറ്റ ആക്കി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സീക്വൻസ് കൗണ്ടർ ഓവർഫ്ലോ. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ സെൻഡ് ചെയ്യാം. എപ്പോഴാണ് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എവിടെ വെച്ചാണ് ആ മെസ്സേജിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇതിനൊക്കെ ഒരു ത്രെഷോൾഡ് ഉണ്ട്. ഒരു മാക്സിമം ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ ത്രെഷോൾഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് പിന്നെ സെൻഡ് ചെയ്യാനായിട്ട് പാടില്ല, അത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം റിസീവറിനൊക്കെ നമ്മൾ സെൻഡ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? സീക്വൻസ് കൗണ്ടർ ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആൻറ്റി റിപ്ലൈ വിൻഡോ. ആൻറ്റി റിപ്ലൈ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസീവർ സൈഡിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് പാക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ഒരു വിൻഡോ, അതായത് ഫസ്റ്റ് പാക്കറ്റ് ഇപ്പം കിട്ടി, ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി തേർഡ് പാക്കറ്റാണ് നെക്സ്റ്റ് കിട്ടുന്നതെങ്കിൽ ആ പാക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ അത് മാർക്ക് ചെയ്യും. അങ്ങനെ ഇപ്പം പിന്നെയും ഒരു തേർഡ് പാക്കറ്റ് വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുക, ആൻഡ് റിപ്ലൈ വിൻഡോ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏജ് ഇൻഫോർമേഷനാണ്. ഏജ് ഇൻഫോർമേഷൻ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും ഏജിൻ്റെ അകത്ത് കാണുന്നത്, ഏജ് ഇൻഫോർമേഷൻ്റെ അകത്ത് കാണുന്നത്. നെക്സ്റ്റ് ESP ഇൻഫോർമേഷൻ. ESP ഇൻഫോർമേഷൻ്റെ അകത്ത് ഏത് എൻക്രിപ്റ്റഡ് അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് ESP ഇൻഫോർമേഷൻ്റെ അകത്ത് കാണുന്നത്. നെക്സ്റ്റ് ലൈഫ് ടൈം ഓഫ് ഇറ്റ്സ് എസ്സേ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഏതോ ഒരു എണ്ണം ആണെങ്കിലും ശരി, ഇപ്പം ഇത് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞെങ്കിൽ സെക്യൂരിറ്റി അസോസിയേഷൻ്റെ അകത്തും അതിനൊരു ലൈഫ് ടൈം ഉണ്ട്, ഇത്ര നേരമേ അത് നിൽക്കാവൂ. അതാണ് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ടൈം ഓഫ് ദിസ് എസ്സേ. ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി അസോസിയേഷൻ്റെ ലൈഫ് ടൈം അത് കാണും. പിന്നെ IPsec പ്രോട്ടോകോൾ മോഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 തരത്തിലുള്ള പ്രോട്ടോകോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോട്ടോകോളിൻ്റെ മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡും. അതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പാത്ത് MTU. എങ്ങനെയായിരിക്കും നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പാത്താണ് ഇവിടെ. ഒതൻറ്റിക്കേഷൻ ഹെഡർ. ആ ഒതൻറ്റിക്കേഷൻ ഹെഡർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒതൻറ്റിക്കേഷൻ ഹെഡറിൻ്റെ സൈസ് നമ്മുടെ 32 ആണ്. 32 ആണ് ഒതൻറ്റിക്കേഷൻ ഹെഡർ. 0 to 31 ബിറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 0 to 31 ബിറ്റ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒതൻറ്റിക്കേഷൻ ഹെഡർ കൊടുക്കുന്നുണ്ട്. അക്സസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഡേറ്റ ഒറിജിൻ ഒതൻറ്റിക്കേഷൻ, എവിടെ നിന്നാണ് നമ്മൾ സെൻഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒതൻറ്റിക്കേഷൻ, പിന്നെ റിജക്ഷൻ ഓഫ് റീപ്ലേഡ് പാക്കറ്റ്സ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോളിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 to 8 അകത്ത് നെക്സ്റ്റ് ഹെഡർ, അതായത് ഹെഡർ ആയിരിക്കും ഇവിടെ 0 to 8 ബിറ്റിൻ്റെ അകത്ത് വരുന്നത് ഹെഡർ റെക്കോർഡാണ്. നെക്സ്റ്റ് 8 to 16 അകത്ത് വരുന്നത് പേലോഡിൻ്റെ ലെങ്ത്. ഓക്കെ, പേലോഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞെങ്കിൽ ഈ പേലോഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ആണ്. ആ ഡേറ്റയുടെ ലെങ്ത് ആണ് 8 to 16 അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യും. ഇനിയും നെക്സ്റ്റ് റിസർവ്ഡ് ആണ് വരുന്നത്. ഓക്കെ, ഈ റിസർവ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ റിസർവ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നെക്സ്റ്റ് ഹെഡർ കാണും, പേലോഡ് ലെങ്ത്. പേലോഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡേറ്റയാണ് പേലോഡ് എന്ന് പറയുന്നത്, ആക്ച്വൽ ഡേറ്റയാണ് പേലോഡ്, അതിൻ്റെ ലെങ്ത് കാണും. റിസർവ്ഡ് മീൻസ് ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ടാണ് റിസർവ് ആക്കി നമ്മൾ 16 ബിറ്റ് ഇട്ടേക്കുവാണ്. ഇനി നെക്സ്റ്റ് ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്നത് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ്. ഓക്കെ, സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് സീക്വൻസ് നമ്പർ നമ്മൾ കൊടുക്കണം. ഓരോ പാക്കറ്റ് ഉണ്ടെങ്കിൽ ആ പാക്കേജിനും ഇത്രയും കാണും, ഒതൻറ്റിക്കേഷൻ ഹെഡർ കാണും. അപ്പം അതിൻ്റെ സീക്വൻസ് നമ്പർ വേണം. പിന്നെ ഒതൻറ്റിക്കേഷൻ ഡേറ്റ വേരിയബിൾ. ഓക്കെ, ഈ ഒതൻറ്റിക്കേഷൻ ഡേറ്റയ്ക്കകത്ത് ഇൻറ്റഗ്രിറ്റിയും ചെക്ക് സമ്മും കാണും. അതായത് ബോത്ത് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒതൻറ്റിക്കേഷൻ ഡേറ്റയ്ക്കകത്ത്. ഓക്കെ, അപ്പം ഒതൻറ്റിക്കേഷൻ ഡേറ്റ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ ഡേറ്റ അല്ല കൊടുക്കുന്നത്. നമ്മളുടെ ഡേറ്റയ്ക്കകത്ത് SHA-1 HMAC MD5 അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടും. ആ മെസ്സേജ് ഡൈജസ്റ്റിനെയാണ് ഇവിടെ ഒതൻറ്റിക്കേഷൻ ഡേറ്റ എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഡേറ്റയെ നമ്മൾ SHA-1 HMAC MD5 അപ്ലൈ ചെയ്യും.
ആ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റർ എന്ന് പറയും. അതാണ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒതൻറ്റിക്കേഷൻ ഡേറ്റ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഇതാണ് ഒരു ഒതൻറ്റിക്കേഷൻ. അപ്പം ഐ പി എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4 എന്നാണ്. V4 എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4. IPv6 എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 6 ആണ്. അപ്പോൾ ഇതാണ് IPv4ൻ്റെ ഒരു ഡേറ്റ. എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. ആദ്യം ഒറിജിനൽ IP ഹെഡർ, പിന്നെ TCP, പിന്നെ ഡേറ്റ. ഇതാണ് IPv4ൻ്റെ ഒക്കെ സ്ട്രക്ചർ. ഇനി IPv6 ആണെങ്കിൽ ഒറിജിനൽ IP ഹെഡർ, എക്സ്റ്റൻഷൻ ഹെഡർ കാണും, പിന്നെ TCP ആൻഡ് ഡേറ്റ. ഇതാണ് IPv6. അപ്പോൾ ഇതിൻ്റെ അകത്ത് IPv4-നകത്തും IPv6-ൻ്റെ അകത്തും ഒതൻറ്റിക്കേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒതൻറ്റിക്കേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത്, ഒതൻറ്റിക്കേഷൻ ട്രാൻസ്പോർട്ട് മോഡിൽ ഒതൻറ്റിക്കേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതുണ്ടോ, ഇവിടെ TCP ഡേറ്റ, ആ TCP ഡേറ്റയെ എന്ത് ചെയ്യുക, അതിനെ മാത്രം എടുത്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ AH ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒറിജിനൽ IP ഹെഡറാണ്, അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ AH, പിന്നെ TCP ഡേറ്റയെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. AH ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത്, ഒതൻറ്റിക്കേഷൻ ഹെഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് IPv4-ൻ്റെ സിൻറ്റാക്സ് ഇവിടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ട് മോഡിൽ ഒതൻറ്റിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഓക്കെ, ഇതിന് മാറ്റമില്ല. ഒറിജിനൽ IP ഹെഡറും ഹോപ്പ് ടു ഹോപ്പ് ഡെസ്റ്റിനേഷൻ റൂട്ടിംഗ് ഫ്രാഗ്മെൻറ്റ്സും ആണ് ഇവിടെ. ഇത് എക്സ്റ്റൻഷൻ ഹെഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. പിന്നെ AH എന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷൻ ഹെഡറാണ്. പിന്നെ ഡെസ്റ്റിനേഷൻ TCP ഡേറ്റ. ഇത് ഇത്തരം കാര്യങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെസ്റ്റിനേഷന് TCP ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഹെഡർ ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ആർക്ക് ഇൻട്രൂഡർക്ക് വേണമെങ്കിൽ ആ ഹെഡറിൻ്റെ എടുത്തിട്ട് അഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് മോഡിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഓക്കെ, ടണൽ മോഡിൽ എങ്ങനെയാണ്, അപ്പോൾ ടണൽ മോഡിൻ്റെ അകത്ത് ഒതൻറ്റിക്കേഷൻ അപ്ലൈ ചെയ്താൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതാണ് ഒറിജിനൽ മെസ്സേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒറിജിനൽ മെസ്സേജാണ് ഇത്. അപ്പം ടണൽ മോഡിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുണ്ടോ, ഇത് അതേപടി ഈ മെസ്സേജിനെ അതേപടി നമ്മൾ ഇവിടെ കൊണ്ടിട്ടേക്കുവാണ്. ഒറിജിനൽ IP ഹെഡർ, TCP ഡേറ്റ. മറ്റേതാണെങ്കിൽ ട്രാൻസ്പോർട്ട് മോഡിലാണെങ്കിൽ ഒറിജിനൽ IP ഹെഡർ, പിന്നെ AH TCP ഡേറ്റ എന്നാണ്. ഇവിടെ ഈ AHന് ശേഷമുള്ളതാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും. ഓക്കെ, AHന് ശേഷമുള്ളതാണ് ഒതൻറ്റിക്കേഷൻ ശേഷം എഴുതിയേക്കുന്നതല്ല എൻക്രിപ്റ്റ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഹെഡറും TCP ഡേറ്റയും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇത്രയും പോർഷനെ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു IP ഹെഡർ അറ്റാച്ച് ചെയ്തിട്ടാണ് വിടുന്നത്, നമുക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇത് കണ്ടോ, ഇവിടെ നിന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഹെഡർ ഉണ്ട്. ഓക്കെ, AH കഴിഞ്ഞിട്ട് പിന്നെ ഒറിജിനൽ IP ഹെഡർ, എക്സ്റ്റൻഷൻ ഹെഡർ, TCP ആൻഡ് ഡേറ്റ. ഈ മെസ്സേജിന് ഇത്രയും വരുന്ന മെസ്സേജിന് എന്ത് ചെയ്യുക, AH വെച്ചിട്ട് ഒതൻറ്റിക്കേറ്റ് എൻക്രിപ്റ്റ് ചെയ്തിട്ട് പിന്നെന്താണ് എക്സ്ട്രാ ഒരു ന്യൂ IP ഹെഡർ നമ്മൾ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു കേസിനകത്ത് IPv6-ൻ്റെ കേസിൽ എക്സ്റ്റൻഷൻ ഹെഡറും കൂടെ വേണം, അതുകൊണ്ട് ഇവിടെ ഒരു എക്സ്ട്രാ എക്സ്റ്റൻഷൻ ഹെഡറും കൂടെ കൊടുത്തേക്കുവാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒതൻറ്റിക്കേഷൻ ടണൽ മോഡിലും ട്രാൻസ്പോർട്ട് മോഡിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് എന്താണ് IP സെക്യൂരിറ്റി. അപ്പം അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ പഠിച്ചു. അതിനകത്ത് 2 എണ്ണം ഉണ്ട്, AH ഉണ്ട്, ESP ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് AH ഹെഡർ ഫയലിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഓക്കെ, ഏതൊക്കെയാണ് ടണൽ മോഡും ട്രാൻസ്പോർട്ട് മോഡിനെ കുറിച്ച് പഠിച്ചു. അപ്പം ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് പഠിച്ചത്. ഇനി അടുത്ത വീഡിയോയ്ക്കകത്താണ് ESPയെ കുറിച്ച് പഠിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.